അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 50 മുതൽ 66 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. കുറുവന്തു യജ്ഞസംഭാരം യഥാർഹം മന്ത്രിസത്തമാം. ഗംഗാതീരേ ശുഭാം ഭൂമിം മാപയിത്വാ ദ്വിജോത്തമൈ. കുറുവന്തു മണ്ഡപം സ്വസ്ഥാ ശതസ്തംഭം മനോഹരം. വേദീ യജ്ഞസ്യ കർത്തവ്യാ മമാദ്യ സചിവാ ഖലു. തദംഗത്വേ വിധേയോ വൈ സർപ്പസത്ര സവിസ്തരാ. തക്ഷകസ്തു പശുസ്തത്ര ഹോതോത്തംഗോ മഹാമുനി. ശീഘ്രമാഹുയതാം വിപ്രാം സർവജ്ഞാ വേദപാരഗാം. സൂത ഉവാച മന്ത്രിണസ്തു തദാ ചക്രുർ ഭൂപവാക്യൈർവിചക്ഷണാം. യജ്ഞസ്യ സർവസംഭാരം വേദിം യജ്ഞസ്യ വിസ്തൃതാം. ഹവനേ വർത്തമാനേ തു സർപ്പാണാം തക്ഷകോ ഗതാ. ഇന്ദ്രം പ്രതി ഭയാർത്തോഹം ത്രാഹി മാമിതി ചാബ്രവീൽ. ഭയഭീതം സമാശ്വാസ്യ ശ്വാസനേ സന്നിവേശ്യ ച. ദദാവ ഭയമത്യർത്ഥം നിർഭയോ ഭവപന്നഗ. തമിന്ദ്രശരണം ജ്ഞാത്വാ മുനിർദത്താഭയം തഥാ. ഉത്തംഗോഹ്വയദുദ്വിഗ്നാ സേന്ദ്രം കൃത്വാ നിമന്ത്രണം. സ്മൃതസ്തദാ തക്ഷകേണ
യായാവരകുലോദ്ഭവാം ആസ്തീകോ നാമ ധർമാത്മാ ജരത്കാരുസുതോ മുനി തത്രാഗത്യ മുനേർബാലസ്തുഷ്ടാവാം ജനമേജയം. രാജാ തമർച്ചയാമാസ ദൃഷ്ട്വാ ബാലം സുപണ്ഡിതം അർച്ചയിത്വാ നൃപസ്തം തു ഛന്ദയാമാസ വാഞ്ഛിതൈ. സ തു വവ്രേ മഹാഭാഗ യജ്ഞോയം വിരമത്വിതി സത്യബദ്ധോ നൃപസ്തേന പ്രാർത്ഥിതശ്ച പുനസ്തഥാ. ഹോമം നിവർത്തയാമാസ സർപ്പാണാം മുനിവാക്യത ഭാരതം ശ്രാവയാമാസ വൈശമ്പായന വിസ്തരാൽ. ശ്രുത്വാപി നൃപതി കാമം ന ശാന്തിമഭിജഗ്മിവാൻ വ്യാസം പപ്രച്ഛ ഭൂപാലോ മമ ശാന്തിം കഥം ഭവേൽ. മനോതി ദഹ്യത്തെ കാമം കിം കരോമി വദസ്വ മേ പിതാ മേ ദുർഭഗസ്യൈവ മൃത പാർത്ഥസുതാത്മജ. ക്ഷത്രിയാണാം മഹാഭാഗ സംഗ്രാമേ മരണം വരം രണേ വാ മരണം വ്യാസ ഗൃഹേ വാ വിധിപൂർവകം. മരണം ച പിതുർമേ ഭൂതന്തരിക്ഷേ മൃതോവശ ശാന്ത്യുപായം വദസ്വാത്ര ത്വം ച സത്യവതീ സുത. യഥാ സ്വർഗം വ്രജേദാശു പിതാ മേ ദുർഗതിം ഗത. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ ദ്വിതീയസ്കന്ധേ ഏകാദശോऽധ്യായ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം രണ്ടാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായം. അതിൽ 50 മുതൽ 66 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഉടൻ തന്നെ യജ്ഞത്തിനായി ഒരുക്കങ്ങൾ നടത്തുക. ഗംഗാതീരെ ബ്രാഹ്മണരാൽ അളന്നെടുക്കൂ. 100 കാലുകളുള്ളതാം മണ്ഡപത്തെ തീർപ്പിക്കണം. എനിക്കായി യജ്ഞവേദി തയ്യാറാക്കേണം. അതിനുള്ളിൽ വിസ്തരിച്ചു സർപ്പസത്രം നടത്തേണം. യജ്ഞപശു തക്ഷകൻ ഹോതാവുത്തുങ്കൻ താൻ. സർവജ്ഞരാം വേദജ്ഞരെ ഉടൻ കൊണ്ടുവന്നിടണം. സൂതൻ പറഞ്ഞു, വാക്കുകേട്ടു യജ്ഞത്തിനായി ഒരുക്കങ്ങളായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിസ്തൃതമാം വേദി തീർത്തു സർപ്പ നടത്തവേ. വിസ്തൃതമാം വേദി തീർത്തു സർപ്പസത്രം നടക്കവേ. വേദനയാൽ പുകഞ്ഞല്ലോ
തക്ഷകൻ താനും ഇന്ദ്രനെ സമീപിച്ചല്ലോ, രക്ഷയ്ക്കായി അർത്ഥിച്ചല്ലോ. ഇന്ദ്രൻ ആശ്വസിപ്പിച്ചല്ലോ, ചേർത്തു പിടിച്ചു. ഇന്ദ്രൻ ചൊല്ലി നിർഭയനായിരിക്കുക തക്ഷകാ നീ. ഇതറിഞ്ഞു മുനി വൃന്ദം ആ സമയം താൻ. ഇന്ദ്രനൊപ്പം തക്ഷകനെ ആവാഹിച്ചു. തക്ഷകനോ ജരൽക്കാരുപുത്രൻ ആസ്തികനെ സ്മരിച്ചു. യായാവര കുലത്തിലെ ധർമാത്മാവമാസ്തികനോ ഉത്തംഗ സമീപം രാജാവിനെ സ്തുതിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബാലനും പണ്ഡിതനുമാം ആസ്തികനെ യഥാവിധി പൂജിച്ചു. ചോദിച്ചു തവ ആഗ്രഹമെന്തേ? ഈ യജ്ഞത്തെ നിർത്തിയിടേണം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇതു പറഞ്ഞപ്പോൾ സത്യവാൻ രാജൻ മുനിവാക്യത്തെ മാനിച്ചു. സർപ്പസത്രം നിർത്തി രാജൻ വൈശമ്പായനനുമപ്പോൾ ഭാരതം പാടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭാരതത്തെ കേട്ടിട്ടും മനഃശാന്തിയതുണ്ടായില്ല. ശാന്തി ലഭിക്കാനായെന്തു ചെയ്യണം വ്യാസ? മമ മനം ചുട്ടു നീറിടുന്നു, ഞാനെന്തു ചെയ്യണം? ദുർഭഗനാം മമ പിതാ മരിച്ചുവല്ലോ. ക്ഷത്രിയർക്കു യുദ്ധഭൂവിൽ വീരമൃത്യു അഭികാമ്യം. എവിടെയായാലും വിധിയോടെ മരണം. മമ പിതാ അന്തരീക്ഷേ അവശനായി മരിച്ചല്ലോ. മനഃശാന്തിക്കുള്ള മാർഗം പറഞ്ഞിടണേ. ദുർഗതിയാം പിതാവിനു സ്വർഗതിയെ കിട്ടും വിധം എന്തു ചെയ്തിടണമെന്നു അരുളിടണേ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു
മൂകാംബികേ ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ്ദേവി ഭാഗവതം ഈ ജ്ഞാനയജ്ഞം ഇന്ന് 157 ദിവസം. ദേവി ഭാഗവതത്തെ അമ്മയെ അറിയാനെന്ന ഈ ഉപാസനയായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ഇന്ന് ദ്വിതീയ സ്കന്ധം 11 അധ്യായത്തിൽ 50 ശ്ലോകം മുതൽ 66 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അവിടെ സർപ്പസത്രത്തിന് തയ്യാറെടുക്കുന്ന ജനമേജയൻ മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അതാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. 50 ശ്ലോകം പറയുകയാണ്: കുറുവന്തു യജ്ഞസംഭാരം യഥാർഹം മന്ത്രിസത്തമാഹേ. മന്ത്രിസത്തവന്മാരെ, മന്ത്രിമുഖ്യന്മാരെ, യജ്ഞത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം വേണ്ട തരത്തിൽ. ഗംഗാതീരെ ശുഭാം ഭൂമിം മാപയിത്വ ദ്വിജോത്തമൈ. ഗംഗാതീരത്ത് എന്ത് വേണം? ഉത്തമമായൊരു സ്ഥലം അളന്ന് എടുക്കണം. ആരെ കൊണ്ട് ചെയ്യിക്കണത്? ബ്രാഹ്മണരെ കൊണ്ട്. ഈ യജ്ഞം എങ്ങനെ നടത്തണം എന്ന് അറിയുന്ന ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ഗംഗയുടെ തീരത്ത് ഏറ്റവും ശുഭമായ സ്ഥലത്ത് ഒരു അളവൊക്കെ എടുക്കുക. എന്നിട്ടോ കുർവന്തു മണ്ഡപം സ്വസ്ഥ ശതസ്തംഭം മനോഹരം. 100 തൂണുകളോടുകൂടിയ, സ്തംഭങ്ങളോടുകൂടിയ മനോഹരമായിട്ടുള്ളൊരു മണ്ഡപം ഉണ്ടാക്കുക. വേദി യജ്ഞസ്യ കർത്തവ്യ മമാദ്യ സചിവാ ഖലു. ഹേ സചിവന്മാരെ, മന്ത്രിമാരെ, എനിക്ക് വേണ്ടി ഒരു യജ്ഞവേദി അവിടെ ഉണ്ടാക്കണം പ്രത്യേകമായിട്ട്. തദംഗത്വേ വിധേയോ വൈ സർപ്പസത്ര സവിസ്തരാം. അതിനുള്ളിൽ വെച്ച് വളരെ വിസ്തരിച്ച് വേണ്ട പോലെ ഒരു സർപ്പസത്രം നടത്തണം. തക്ഷകസ്തു പശുസ്തത്ര ഹോതോത്തങ്കോ മഹാമുനി. അവിടെ യജ്ഞപശു എന്ന് പറയുന്നത് ആരാണ്? തക്ഷകസ്തു പശുസ്തത്ര, യജ്ഞപശു. അപ്പോൾ ആരെയാണ് അതിലേക്ക് ആഹൂതി ചെയ്യേണ്ടത്? അത് തക്ഷകനെയാണ്. ആരാണ് ഇതിൻ്റെ ഹോതാവ്? അത് ഉത്തങ്കൻ എന്ന മഹാമുനിയാണ്. എനിക്കിതൊക്കെ പറഞ്ഞു തന്ന് ഉത്തങ്കൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ യജ്ഞം നടക്കുക. ശീഘ്രമാഹായുതാം വിപ്ര സർവജ്ഞ വേദപാരഗാഹ. എല്ലാം അറിയുന്ന വേദപണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ വളരെ വേഗത്തിൽ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരൂ. സൂതം പറയാണ്: മന്ത്രിണസ്തു തഥാ ചക്രുർ ഭൂപവാക്യർ വിചക്ഷണ. രാജാവിൻ്റെ വാക്കുകളെ മനസ്സിലാക്കാൻ നല്ല കഴിവുള്ള ആ മന്ത്രിമാര് അവരെന്ത് ചെയ്തു? അവര് യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു എന്ന് പറയുന്നു. യജ്ഞസ്യ സർവസംഭാരം വേദിം യജ്ഞസ്യ വിസ്തൃതാം ഹവനേ വർത്തമാനേ തു സർപ്പാണാം തക്ഷകോഗതാം. വളരെ വിസ്താരമേറിയ വേണ്ടതുപോലെയുള്ള യജ്ഞവേദി, അതിനുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു. ഈ സർപ്പഹവനം, സർപ്പസത്രം നടന്നുകൊണ്ടിരിക്കെ തക്ഷകനോ ഇന്ദ്രം പ്രതി ഭയാർത്തോഹം ത്രാഹിമാമിതി ചാബ്രവീൽ ഭയഭീതം സമാശ്വാസ്യ ശ്വാസനേ സന്നിവേശ്യ ച. ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ഇന്ദ്രനോട് പറഞ്ഞു: ഞാൻ ദാ പേടിച്ചു, വല്ലാതെ വിഷമിക്കണു, എന്നെ ആവാഹിക്കണു, എന്നെ അഗ്നിയിലേക്ക് കൊണ്ടിടാൻ നോക്കണു, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. ത്രാഹിമാമിതി ചാബ്രവീൽ, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ദേവേന്ദ്രനോ ഭയഭീതം സമാശ്വാസ്യ, ഭയം കൊണ്ട് ഭീതനായ, പേടിച്ചു വിറയ്ക്കുന്ന ആ തക്ഷകനെ സമാധാനിപ്പിച്ചിട്ട് ശ്വാസനേ സന്നിവേശ്യ ച, തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുത്തി സമാധാനിപ്പിച്ചു. പേടിക്കൊന്നും വേണ്ട, ഞാനുണ്ട് എന്നുള്ള രീതിയിൽ. ദദാവഭയമത്യർത്ഥം നിർഭയോ ഭവപന്നഗ. അങ്ങ് ഒരിക്കലും പേടിക്കേണ്ട, അങ്ങ് പേടിക്കാതിരിക്കൂ എന്ന് ഏറ്റവും ഉറച്ച അഭയം നൽകി. ദദാവഭയമത്യർത്ഥം. തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ചിരിക്കണു. തമിന്ദ്ര ശരണം ജ്ഞാത്വ. മുനിമാർക്ക് മനസ്സിലായി, അവരുടെ ദീർഘദൃഷ്ടി കൊണ്ട് അവർക്ക് മനസ്സിലായി. മുനിർ ദത്താഭയം തഥാ, അഭയം കൊടുത്തേക്കണു ഈ ദേവേന്ദ്രൻ എന്ന് മുനിമാർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അറിഞ്ഞ മുനി
ഉത്തങ്കോഹ്വയതുദ്വിഗ്ന സേന്ദ്രം കൃത്വാ നിമന്ത്രണം. ഉത്തങ്കൻ എന്ത് ചെയ്തു? തക്ഷകനെ ഇന്ദ്രൻ അഭയം കൊടുത്തിട്ട് സമാശ്വസിപ്പിച്ചേക്കാണെങ്കിൽ ആ ഇന്ദ്രനെ കൂടി, തക്ഷകനും ഇന്ദ്രനും ഒരുമിച്ച് ഹോമാഗ്നിയിലേക്ക് വീഴട്ടെ എന്ന രീതിയിൽ മന്ത്രസഹിതം ആവാഹിക്കാൻ തുടങ്ങി. സ്മൃതസ്തദാ തക്ഷകേണ യായാവരകുലോദ്ഭവ. തക്ഷകൻ അപ്പോ യായാവരകുലത്തിൽ ജനിച്ച ജരത്കാരുവിൻ്റെ പുത്രനായ ആസ്തീകനെ സ്മരിച്ചു എന്നാണ്. ജരൽക്കാരു, അമ്മയുടെ പേരും ജരൽക്കാരുവാണ്, അച്ഛൻ്റെ പേരും ജരൽക്കാരുവാണ്. നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പം ജരൽക്കാരുവിൻ്റെ പുത്രനായ ആസ്തീകനെ സ്മരിച്ചു. ആസ്തീകോ നാമ ധർമാത്മാ ജരൽക്കാരുസുതോ മുനി തത്രാഗത്യ മുനേർബാലസ്തുഷ്ടാവ ജനമേജയം. ജരൽക്കാരുവിൻ്റെ പുത്രനായിരിക്കുന്ന ആസ്തീകൻ ധർമാത്മാവാണ്, ആ മുനികുമാരൻ. അദ്ദേഹം ഉത്തങ്കൻ്റെ അടുത്തെത്തി ജനമേജയനെ ഗംഭീരായിട്ട് സ്തുതിച്ചു. ഇപ്പോൾ ജനമേജയൻ ഈ സർപ്പസത്രം നിർത്തിയാൽ തന്നെ സ്മരിച്ച ആ തക്ഷകനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. രാജാ തമർച്ചയാമാസ ദൃഷ്ട്വാ ബാലം സുപണ്ഡിതം അർച്ചയിത്വാ നൃപസ്തം തു ഛന്ദയാമാസ വാഞ്ഛിതൈ. ബാലനും പണ്ഡിതനും ഒക്കെ ആയിരിക്കുന്ന ആ ഉണ്ണിയെ കണ്ടിട്ട് രാജാവ് വേണ്ട പോലെ സ്വീകരിച്ചു, പൂജിച്ചു. എന്നിട്ട് ചോദിച്ചു, ഛന്ദയാമാസ വാഞ്ഛിതൈ, എന്താണ് അങ്ങയുടെ ആഗ്രഹം എന്ന് ചോദിച്ചു. രാജാവ് അന്വേഷിച്ചപ്പോൾ സതുവവ്രേ മഹാഭാഗ യജ്ഞോയം വിരമത്വിതി സത്യബന്ധോ നൃപസ്തേന പ്രാർത്ഥിതശ്ച പുനസ്തഥാ. എന്താ പറഞ്ഞത്? ഈ യജ്ഞം നിർത്തണം, യജ്ഞോയം വിരമത്വിതി എന്നാവശ്യപ്പെട്ടു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ സത്യസന്ധനായിരിക്കുന്ന, സത്യത്തിൽ ബദ്ധനായിരിക്കുന്ന രാജാവ് ഹോമം നിവർത്തയാമാസ, ആ ഹോമം നിർത്തിച്ചു. സർപ്പാണാം മുനിവാക്യത, സർപ്പങ്ങളുടെ ഹോമം, സർപ്പസത്രത്തെ അവിടെ ഈ വാക്ക് കേട്ട് അവിടെ സമർപ്പിച്ചു. വൈശമ്പായനോ ഭാരതം ശ്രാവയാമാസ വിസ്തരാത്, വിസ്തരിച്ച് വൈശമ്പായനൻ മഹാഭാരതം ജനമേജയന് ഗംഭീരായിട്ട് പറഞ്ഞുകൊടുത്തു, പറഞ്ഞു കേൾപ്പിച്ചു. ശ്രുത്വാപി നൃപതി കാമം ന ശാന്തിമഭിജഗ്മിവാൻ വ്യാസം വപ്രച്ഛ ഭൂപാലോ മമ ശാന്തി കഥം ഭവേൽ. രാജാവിന് മഹാഭാരതം മുഴുവൻ കേട്ടിട്ടും ഒരു മനഃശാന്തി ഉണ്ടായില്ല. ജനമേജയൻ വ്യാസനോട് ചോദിച്ചു, എനിക്ക് ശാന്തി ഉണ്ടാവാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മനോതി ദഹ്യത്തെ കാമം കിം കരോമി വദസ്വമേ പിതാമേ ദുർഭഗസ്യൈവ മൃത പാർത്ഥസുതാത്മജ. എൻ്റെ മനസ്സ് വല്ലാതെ ചുട്ടുനീറിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പാർത്ഥസുതാത്മജ, പാർത്ഥൻ്റെ പ്രപൗത്രൻ, ദുർഭഗനായിരിക്കുന്ന എൻ്റെ അച്ഛൻ മരിച്ചു. ക്ഷത്രിയാണാം മഹാഭാഗ സംഗ്രാമേ മരണം വരം. ക്ഷത്രിയർക്ക് യുദ്ധത്തിൽ മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, അഭികാമ്യമായിട്ടുള്ളത്. രണേവാ മരണം വ്യാസ ഗൃഹേവാ വിധിപൂർവകം. ഇനി യുദ്ധഭൂമിയിലാണെങ്കിലും ഗൃഹത്തിലാണെങ്കിലും വിധിയാവണ്ണം മരിക്കുക, യുദ്ധത്തിൽ വിരോചിതമായി യുദ്ധം ചെയ്ത് മരിക്കുക, ഗൃഹത്തിൽ ദാനധർമാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക മരിക്കുക. ഇതാണ് വേണ്ടത്. ഇത് രണ്ടുമല്ല ഉണ്ടായത് തൻ്റെ അച്ഛന്. അതുകൊണ്ടാണ് തൻ്റെ അച്ഛന് ദുർഗതി വന്നത്. മരണം ചാപിതുർമേ ഭൂത് അന്തരീക്ഷേ മൃതോവശ. എൻ്റെ അച്ഛൻ അന്തരീക്ഷത്തിൽ വെച്ച്, മാളിക മുകളിൽ വെച്ചാണ് അവശനായി മരിച്ചത്. ശാന്ത്യുപായം വധസ്വാത്ര ത്വം ച സത്യവതീ സുത. അപ്പം അതുകൊണ്ട് ഹേ സത്യവതീപുത്രനായിരിക്കുന്ന വേദവ്യാസ, ഇതിന് ശാന്തി ലഭിക്കാൻ, എനിക്ക് ശാന്തി ലഭിക്കാൻ, അച്ഛന് ശാന്തി ലഭിക്കാൻ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് മനഃശാന്തിക്കുള്ള ആ ഉപദേശം തരണേ. യഥാ സ്വർഗം വ്രജേതാശു പിതാമേ ദുർഗതിം ഗത. ആ ദുർഗതി പ്രാപിച്ച എൻ്റെ അച്ഛന് ഗതി കിട്ടാൻ, സ്വർഗത്തിലേക്കെത്താൻ എന്ത്
ഉപായമാണ് ഞാൻ ചെയ്യേണ്ടത്, അത് എനിക്ക് ഉപദേശിച്ചാലും എന്ന് പറയുന്ന ആ 66-ാമത്തെ ശ്ലോകത്തോടുകൂടി ദ്വിതീയ സ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ്. നമുക്ക് നാളെ 12-ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി
മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.